ഇന്നത്തെ നമ്മുടെ റെസിപ്പി വടുകപ്പുളി നാരങ്ങ അല്ലെങ്കിൽ കറിനാരങ്ങ അച്ചാറാണ്. കയ്പൊന്നും ഫീൽ ചെയ്യാത്ത രീതിയിലാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അതിലേക്ക് വേണ്ട സാധനങ്ങൾ 1 കിലോ വടുകപ്പുളി നാരങ്ങയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. പിന്നെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, 4 കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. നമ്മൾ കറിവേപ്പില എടുത്തിട്ടുണ്ട്, ആവശ്യത്തിന് കറിവേപ്പില എടുക്കാം. ഇത് കാന്താരിമുളകാണ്, 1/2 കപ്പോളം കാന്താരിമുളക് നമ്മൾ എടുത്തിട്ടുണ്ട്. അത് നല്ല ടേസ്റ്റ് ആണ്, അതുകൊണ്ടാണ് കാന്താരിമുളക് നമ്മൾ എടുത്തിട്ടുള്ളത്. പിന്നെ ഇഞ്ചി എടുത്തിട്ടുണ്ട്, 2 പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് ഈന്തപ്പഴമാണ്, ഒരു 20 ഈന്തപ്പഴം നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത് നാടൻ വിനെഗറാണ്. ഇത് നല്ലെണ്ണയാണ്, നല്ലെണ്ണയിലാണ് ചെയ്യുന്നത്. പിന്നെ കടുക് വേണം. അച്ചാർ പൊടി എടുത്തിട്ടുണ്ട്, 125 ഗ്രാം അച്ചാർ പൊടി വേണം. ഇനി നമ്മളിത് പ്രിപ്പറേഷനിലേക്ക് പോവുകയാണ്. ആദ്യം തന്നെ ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമ്മളൊരു സാമാന്യം അത്ര അങ്ങ് തീരെ പൊടിയാക്കരുത്, ഒരു ചെറിയ വലിപ്പം ഉള്ള രീതിയിൽ കട്ട് ചെയ്യണം. അപ്പോൾ തന്നെ ഇത് നല്ലപോലെ കഴുകിയെടുക്കണം. നമ്മളിതിൻ്റെ തൊലിയൊന്നും കളയുന്നില്ല. ഉപ്പിട്ടോ എന്തെങ്കിലുമൊക്കെ ചേർത്ത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുക്കണം. ഈ ഒരു പീസ് അളവിലെടുക്കണം, കാരണം നമുക്കിത് നാളുകളോളം ഇരിക്കാനുള്ള അച്ചാറാണ്. അപ്പോൾ ഇത് അലുത്ത് പോകരുത്, അതിനു വേണ്ടിയാണ് ഈ ഒരു സൈസ് എടുക്കുന്നത്. ഇനി നമ്മൾ ചെയ്യുന്നത് മുഴുവനും അരിഞ്ഞിട്ട് നമ്മൾ 125 ഗ്രാം അച്ചാർ പൊടിയും ഇതിലേക്ക് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് ഒരു രാത്രിയും പകലും, അതായത് 24 അവർ നമ്മളിത് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. ഇത് നമ്മൾ പുഴുങ്ങുക ആവിയേറ്റ് ഒന്നും ചെയ്തിട്ടില്ലല്ലോ, അപ്പോൾ ഇത് പച്ചയ്ക്ക് തന്നെയാണ്. അപ്പോൾ ഈ പൊടിയെല്ലാം ഇതിലേക്ക് നല്ലപോലെ പിടിച്ച് ഇതിൻ്റെ ടേസ്റ്റൊക്കെ നല്ലപോലെ പിടിച്ച് കിട്ടും. അതിനുവേണ്ടി നമ്മളിത് ഫ്രിഡ്ജിൽ വയ്ക്കുന്നുണ്ട്. ഇപ്പോൾ ഇതെല്ലാം നല്ലപോലെ മിക്സായി. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വയ്ക്കാം. ഇനി നമുക്കിതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് പോവാം. 200 ഗ്രാം നല്ലെണ്ണ നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് എണ്ണ അധികം വേണം, കാരണം ഇത് കുറച്ച് നാൾ സൂക്ഷിക്കേണ്ട അച്ചാറായതുകൊണ്ട്. എണ്ണ നല്ലപോലെ ചൂടായി വരുമ്പോൾ നമുക്ക് കടുകിടാം. ഒരു 4 ടീസ്പൂൺ കടുകെങ്കിലും നമ്മളിടണം. ഇത് 4 ടീസ്പൂൺ കടുകാണ്, അത് നമ്മൾ ചേർക്കുക. കടുക് പൊട്ടുന്ന നേരത്ത് ഒരു കാര്യമുണ്ട്. വെളുത്തുള്ളിയും ഇഞ്ചിയും നമ്മൾ ഹാഫ് ഭാഗമാക്കി ഒരു പകുതി ഭാഗം മിക്സിയിൽ ചതച്ചെടുക്കുക. ബാക്കിയുള്ളത് നമ്മൾ അരിഞ്ഞു വെക്കുക. വെളുത്തുള്ളി 2ആയി പിളർന്നിടുക. പകുതി ഭാഗം എടുത്ത് മിക്സിയിൽ നല്ലപോലെ ചതച്ചെടുക്കുക. അപ്പോൾ അച്ചാറിൽ നല്ലൊരു ഗ്രേവി ഉണ്ടാകും, ഗ്രേവിക്ക് നല്ല ടേസ്റ്റും ഉണ്ടാകും. വെളുത്തുള്ളി നല്ല അരഞ്ഞൊക്കെ ചേർന്നിരിക്കുന്നതുകൊണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മിക്സിയിൽ പകുതി ഭാഗം ചതച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതിട്ട് വഴറ്റുകയാണ്. അരിഞ്ഞ ഭാഗം ഇപ്പോഴിടണ്ട. അച്ചാറായതുകൊണ്ട് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പറ്റി വരണം. നമ്മളിത് ഫുൾ തീയിൽ തന്നെയാണ് ചെയ്യുന്നത്, സിമ്മിലല്ല ചെയ്യുന്നത്. എല്ലാം ഒരുക്കി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നാണ് പ്രിപ്പറേഷൻ. ഫുൾ തീയിലിട്ട് എല്ലാം നല്ലപോലെ മൊരിച്ച് മിക്സ് ചെയ്ത് എടുക്കുന്ന ഒരു കാര്യമാണുള്ളത്. ഇനി നമ്മൾ അരിഞ്ഞെടുത്തിട്ടുള്ള ഇഞ്ചിയും 2ആയി പിളർന്ന് വെച്ച വെളുത്തുള്ളിയും. വെളുത്തുള്ളി 2ആയി പിളർന്ന് വെക്കുന്നത് ഇത് എത്ര കാലം കഴിഞ്ഞാലും വെളുത്തുള്ളി ഇങ്ങനെ വെളുത്തുള്ളിയായിട്ട് തന്നെ കിടക്കും, നമുക്ക് കടിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിനു വേണ്ടിയാണ്. ഇത് നല്ലപോലെ മുരിഞ്ഞു വരുമ്പോഴത്തേനും നമുക്ക് കറിവേപ്പില ഇതിലേക്ക് ചേർക്കാം.
നമ്മൾ കറിവേപ്പില ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ഈ കാന്താരി മുളക് ചേർക്കാം. കാന്താരി മുളക് കുറച്ച് എണ്ണം എടുത്ത് അതിനെ ഒന്ന് പൊട്ടിച്ച് വെച്ചതാണ്. ബാക്കിയുള്ളതെല്ലാം പൊട്ടിക്കണം എന്നില്ല, എല്ലാം അങ്ങ് പൊട്ടിക്കണം എന്നില്ല. ഇതിൻ്റെ എരിവ് ഇറങ്ങാൻ വേണ്ടിയാണ് കുറച്ച് പൊട്ടിച്ചത്. ബാക്കിയുള്ളത് അങ്ങനെ തന്നെ കിടന്നാൽ മതി. നാളുകളോളം ഇങ്ങനെ കിടക്കുമ്പോൾ അത് നല്ലപോലെ അലുത്ത് വന്നോളും. ഒന്നുകിൽ കാന്താരിമുളക് ഇടുക, അല്ലെങ്കിൽ ഉണ്ടമുളക് ഉണ്ടല്ലോ, അതും നല്ല ടേസ്റ്റാണ് അച്ചാറിന്. അല്ലെങ്കിൽ പച്ചമുളക് ഇട്ടാലും മതി. പിന്നെ നമ്മുടെ ഇപ്പോൾ എടുത്തിരിക്കുന്നത് 20 ഈന്തപ്പഴം തിളപ്പിച്ചാറ്റിയ വെള്ളത്തിൽ അരച്ചെടുത്തതാണ് നമ്മൾ ചേർക്കുന്നത്. നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഈ നാരങ്ങയ്ക്ക് കുറച്ച് കയ്പുണ്ട്, അപ്പോൾ ഈന്തപ്പഴം ചേർക്കുമ്പോൾ ആ കയ്പും മാറും. എന്നാൽ നല്ല ടേസ്റ്റും ആയിരിക്കും, നല്ലൊരു രുചി നമുക്ക് ഫീൽ ചെയ്യും. ഈന്തപ്പഴം ഇട്ട് നല്ല ഫുൾ തീയിലാണ് ഒരു 2 മിനിറ്റെങ്കിലും വഴറ്റുക. അതിനുശേഷം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന, നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന നമ്മുടെ കറുനാരങ്ങയുടെ പീസുകളെല്ലാം ഇട്ട് നല്ലപോലെ വഴച്ചെടുക്കുക. ഇതൊരു 5 മിനിറ്റെങ്കിലും നല്ല ഫുൾ തീയിലിട്ട് വഴറ്റണം. ഇത് നമ്മൾ മുന്നേ വേവിച്ചിട്ടൊന്നുമില്ലല്ലോ, അതുകൊണ്ട് ഒരു 5 മിനിറ്റെങ്കിലും ഇത് വേവിക്കണം. അപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. പിന്നെ ചെയ്യുന്നത് 2 കപ്പ് നാടൻ വിനെഗർ നമ്മൾ ആ പാത്രത്തിലേക്ക് തന്നെ ഇട്ട് ആ പൊടിയെല്ലാം മിക്സ് ചെയ്ത് നമ്മളിട്ട് ഇത് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. വേണ്ട ഉപ്പും എല്ലാം ചേർത്ത് ഉപ്പ് നോക്കി ടേസ്റ്റ് നോക്കി ചെയ്യുക. ചില അച്ചാർ പൊടികൾക്ക് ഉപ്പുണ്ടാവും, ചിലതിന് ഉപ്പുണ്ടാവില്ല. അപ്പോൾ അച്ചാർ പൊടി അനുസരിച്ച് നമ്മൾ ഉപ്പ് ചേർക്കുക. ഇത് ശരിയായൊരളവിൽ വന്നിട്ടുണ്ട്. ഇതിന് നല്ലപോലെ ഒന്ന് തിളച്ചാൽ മതി. ഉപ്പ് ആവശ്യമുള്ളത് ഇടുവാണ്. ഇപ്പോൾ ഇത് നല്ലപോലെ തിളച്ച് എണ്ണയെല്ലാം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ കറക്റ്റ് പാകമായിട്ടുണ്ട്. നമ്മൾ അച്ചാർ പ്രിപ്പയർ ചെയ്ത ഉടനെ നമുക്ക് ചെറിയ കയ്പും ഒരു മധുരിപ്പും ഒക്കെ ഫീൽ ചെയ്യും. പക്ഷേ ഒരു ദിവസം ഇരുന്ന് കഴിയുമ്പോഴേക്കും തന്നെ ഇതിൻ്റെ രുചി മാറാൻ തുടങ്ങും. ഇരിക്കും തോറും ഇത് വളരെ ടേസ്റ്റിയാണ്. എല്ലാവർക്കും ഞങ്ങൾക്ക് വീട്ടിലൊക്കെ ഇഷ്ടമുള്ള ഒരു നല്ല ഒരു റെസിപ്പിയാണിത്. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. ഞങ്ങൾ നാളുകളോളം, കുറേ നാളുകൾക്ക് മുൻപേ തന്നെ ട്രൈ ചെയ്ത് ഇപ്പോഴും എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു റെസിപ്പിയാണ് ഈ അച്ചാർ. അപ്പോൾ വീണ്ടും കാണുന്നത് വരെ ബൈ.